ഹായ് ഫ്രണ്ട്സ്, മണത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതേ വീണ്ടും ഒരു 500 രൂപ റേറ്റ് വരുന്ന അഗ്ലോണിമയുടെ കോംബോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 പ്ലാന്റ് ആണ് ഓരോ കോംബോയിലുള്ളത്. ടോട്ടൽ 6 കോംബോ ഉണ്ട്. അപ്പോൾ കോംബോ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. 3 പ്ലാന്റ് റേറ്റ് വരുന്നത് 500 ആണ്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. DTDC സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാൻസ് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. ബൾക്കാണെങ്കിൽ KSRTC റെയിൽവേ പാഴ്സൽ സർവീസ് അവൈലബിൾ ആണ്. ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തിയാണ്. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ അഗ്ലോണിമ പ്ലാൻസ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് വരണം. 3 പ്ലാന്റ് 500. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. DTDC ഇൻസൈഡ് കേരള ചാർജ് വരുന്നത് 70 റുപ്പീസാണ്. അതർ സ്റ്റേറ്റ് കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും. മാക്സിമം 2 ഡേയ്സിനുള്ളിൽ തന്നെ ഡെലിവറി ആവുന്നുണ്ട്. എല്ലാ സർവീസ് സെൻ്ററുകളും ഹോം ഡെലിവറി അവൈലബിൾ അല്ല. അപ്പോൾ ഓർഡർ തരുന്നവർ നിങ്ങളുടെ അടുത്തുള്ള സെൻറ്ററിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് ഓർഡർ തല്ല. അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റാണ് കറക്റ്റായിട്ട് ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ചിലയിടങ്ങളിൽ 3 or 4 ഡേയ്സ് പിടിക്കുന്നുണ്ട് പ്ലാൻസ് എത്താനായിട്ട്. വിത്തൗട്ട് പോട്ടാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുക. പോട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് പറയണം, നമ്മളതനുസരിച്ചിട്ട് പാക്ക് ചെയ്യുന്നതായിരിക്കും. പാക്കിംഗ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് നോക്കാം. ഇതുകൂടാണ്ട് ഫുഡ് പ്ലാൻസ്, ഇൻഡോർ ഗാർഡൻ പ്ലാൻസ്, എല്ലാ പ്ലാൻസും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് കാറ്റലോഗ് നോക്കി കഴിഞ്ഞാൽ മറ്റുള്ള പ്ലാൻസിൻ്റെ റേറ്റ് കാണാൻ സാധിക്കും. വെബ്സൈറ്റ് ഇപ്പോൾ ആരും ചെക്ക് ചെയ്യരുത്, കാരണം വെബ്സൈറ്റ് നമ്മൾ പ്ലാൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പ്ലാൻസും പല കാറ്റഗറിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ആരും വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഓരോ കോമ്പോയിൽ ഏതൊക്കെ പ്ലാൻസ് ഉള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബോക്സറിൻ്റെ അത്യാവശ്യം ഒത്തിരി ലീഫൊക്കെയുള്ള നല്ലൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോബ്രയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഇത് രണ്ടും അപേക്ഷിച്ച് നോക്കുമ്പോൾ സൂപ്പർ വൈറ്റ് ചെറുതാണ്. നല്ല വൈറ്റ് ഷെയ്ഡൊക്കെ കയറിയിട്ടുണ്ട്. ഒത്തിരി ലീഫൊക്കെയുള്ള പ്ലാന്റാണ്. 3 പ്ലാന്റ് 500. പല സൈസാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാം ഒരേ സൈസല്ല. ഇതാണ് ഫസ്റ്റത്തെ പ്ലാന്റ്. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതെല്ലാം നമ്മുടെ കയ്യിൽ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടും അവൈലബിൾ ആണ്. റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ കോംബോ. സെക്കൻഡ് കോംബോ റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ ഒരു നല്ലൊരു പ്ലാന്റ് ഉണ്ട്. ഒത്തിരി ലീഫൊക്കെ ആയിട്ടുള്ളത് നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതൊരു വൈറ്റ് ഷെയ്ഡ് വന്നതാണ് കേട്ടോ, അത് പോയി. അപ്പോൾ ഇതൊരു സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റ്. സെക്കൻഡ് വൺ റൈസ് നേരയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. തേർഡ് വൺ പിങ്ക് അറോറയുടെ, ഇതും നല്ല അത്യാവശ്യം നല്ല വലിപ്പമൊക്കെയുള്ളൊരു പ്ലാന്റാണ്. കമ്പാരിറ്റീവ്ലി റൈസ് നേരാണ് ഇപ്പോൾ ഇതിൽ ചെറുത് വരുന്നത്. എന്നാൽ തീരെ ചെറുതൊന്നല്ല, ഒരു മീഡിയം സൈസുള്ള പ്ലാന്റാണ്. 3 പ്ലാന്റ് 500. തേർഡ് കോംബോ ലക്കാച്ചിയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. വൈറ്റ് ലക്കാച്ചിയാണ്. ഇതൊരു ഡബിൾ ഷൂട്ട് പ്ലാന്റാണ് കേട്ടോ. സെപ്പറേറ്റ് ഒരു 3 ലീഫുള്ള പ്ലാന്റാണ്. സെക്കൻഡ് വെറൈറ്റി പിങ്ക് സ്ലാഷിൻ്റെ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ 3 പ്ലാന്റിൽ ഇതാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ പ്ലാന്റ് വരുന്നത്. തീരെ ചെറുതല്ല, ഞാൻ പറഞ്ഞല്ലോ. പിങ്ക് സ്ലാഷിൻ്റെ ഒരു പ്ലാന്റ്. നെക്സ്റ്റ് സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. തേർഡ് കോംബോ. ഫോർത്ത് കോംബോ പിങ്ക് ലജിസിയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതാണ് സൈസ് വന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ എലി, കണ്ടല്ലോ, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇതിൽ വരുന്നത്.
കറക്റ്റായിട്ട് കാണുന്നത് വിചാരിക്കുന്നു. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അതെ, ജസ്റ്റ് ഇങ്ങനെ ഒരു ചെരിഞ്ഞിട്ടാണ് പ്ലാന്റ് വളരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ നോഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ദേ കണ്ടല്ലോ, വേറെ റൂട്ട് വരുന്ന കണ്ട. എലീൻ്റെ ഒരു പ്ലാന്റ്, ലെജസി, ലാസ്റ്റ് വൺ ലെമണിൻ്റെ ഒരു പ്ലാന്റ്. ഇത് നമ്മളൊരു പ്രാവശ്യം ഇതിൻ്റെ ഷൂട്ടുകളിലുള്ള പ്ലാന്റ്സൊക്കെ വീഡിയോ ഇട്ടിരുന്നതും വളരെ ചുരുങ്ങിയ ടൈമിൽ നമുക്ക് ഫുൾ പ്ലാന്റ്സ് നമുക്ക് സോൾഡ് ഔട്ടായി. ഇത് ഇത് സിംഗിൾ പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതാണ് നമ്മുടെ 4th കോംബോ. ഫിഫ്ത്ത് കോംബോ സ്പാർക്ലിങ്ങിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ഉണ്ട്. സെക്കൻഡ് വൺ പിങ്ക് സ്ലാഷിൻ്റെ ഒരു ബുഷി പ്ലാന്റ് ഉണ്ട്. തേർഡ് വൺ റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ദേ റെഡ് സ്റ്റാർഡസ്റ്റ് നല്ല ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇത് സിംഗിൾ ഷൂട്ടാണ് കേട്ടോ. 3 പ്ലാന്റ് 500. ലാസ്റ്റ് കോംബോ പീകോക്കിൻ്റെ ഒരു നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ഉണ്ട്. നെക്സ്റ്റ് വെറൈറ്റി ബിഗ് റോയ്. ഇതും അതേ ഒരു 2 ഷൂട്ടുള്ള പ്ലാന്റാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതേ ബിഗ് റോയ്. ലാസ്റ്റ് വൺ പേൾ ഓഫ് മെലോ. ഒരു ചെറിയൊരു ഷൂട്ട് വന്നിട്ടുള്ള പ്ലാന്റാണ് പേൾ ഓഫ് മെലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.